ഹലോ, എനിക്ക് സംസാരിക്കുന്ന നല്ല ഇഷ്ടമാണ്. ഉം. എനിക്ക് മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ ചെറുപ്പത്തിലേ എനിക്ക് ഇഷ്ടമായിരുന്നു, മിൻഹന്റെ പോലെ തന്നെ. അപ്പോൾ ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ മെയിൻ ഡൗട്ട്. Okay. അപ്പോൾ സെൻസേ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെക്കും. ഉം. അപ്പോൾ ഇതെങ്ങനെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമോ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ? Okay, 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 okay. The first thing that you should understand is that നമ്മൾ കുറച്ച് ഫസ്റ്റ് ലൈവ് സെഷനിലാ തോന്നുന്നു നമ്മുടെ സെൻസായി നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻസായി പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ക്യാൻ ഫോളോ യുവർ പാഷൻ. Definitely you can follow your passion, but at the same time just look, is it profitable or not? Yeah. കാരണം നമുക്ക് അതിൽ നിന്ന് അതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എവ്രി വൺ യൂസ് ടു സേ, ഞാനും പറയാറുണ്ട് ഗോ ആൻഡ് ഫോളോ യുവർ പാഷൻ, ബട്ട് ആസ്ക് യുവർ സെൽഫ്. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഇനി അതല്ല വേറെ എന്തോ ആയിക്കോട്ടെ, മൂവിങ് ഫോർവേഡ് വിത്ത് ദാറ്റ്, ഈസ് ഇറ്റ് റിയലി പ്രോഫിറ്റബിൾ ഫോർ മീ, ഇസ് ഇറ്റ് റിയൽ ഗുഡ് പ്രൊഫഷൻ ഫോർ മീ എന്നുള്ളത് ആലോചിക്കാം. ഇപ്പൊ മോള് പറഞ്ഞു മോൾക്ക് സ്പീക്കിംഗ് ഏരിയ ഭയങ്കര ഇഷ്ടമാണ്, മോൾക്ക് മോട്ടിവേഷണൽ സ്പീക്കർ ആകണം. സി, അത് നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കർ ആവാണ് എന്ന് ആവല്ല, ഇറ്റ് ഇസ് ഇൻ ഗ്രാജുവലി തിങ് വിച്ച് ഹാപ്പൻ. ഇപ്പൊ മിൻഹയുടെ ലൈഫിൽ ഇപ്പൊ മോള് പറഞ്ഞ മിൻഹയെ പോലെ ആവണമെന്ന് നെവർ, മിൻഹയെ പോലെ ഒരിക്കലും മോളാവണ്ട, മോളായി തീർന്നാൽ മതി. മോളുടെ പേരെന്താ? ഷാമില. ശ്യാമല എന്ന് പറഞ്ഞ ശ്യാമല എന്ന് പറഞ്ഞ മോള്, ശ്യാമല എന്ത് ചെയ്യണം? യു ഷുഡ് ബി യുവർ സെൽഫ്. ഓക്കെ, നെവർ ഇമിറ്റേറ്റ് മിൻഹ, ഓർ യു ക്യാൻ ടേക്ക് എസ് എൻ റോൾ മോഡൽ, ഓർ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ എടുക്കാം, ബട്ട് നെവർ ബി ലൈക്ക് മിൻഹ, ജസ്റ്റ് ബി യുവർ സെൽഫ്. ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ എനിക്കിങ്ങനെ കേൾക്കുന്ന ഇഷ്ടമാണ്, ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. ഓക്കെ, Yes. ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. അപ്പൊ പബ്ലിക് സ്പീക്കർ ആകണം എന്നായിരിക്കും മോളുടെ ഉള്ളിൽ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. യു ഷുഡ് ആസ്ക്, I'm being a public speaker and you should know why I'm being a public speaker. ഞാൻ പബ്ലിക് സ്പീക്കർ ആകുന്നുണ്ട്, or I'm taking this position, what is the real reason behind it? ആരെങ്കിലും കണ്ടിട്ടാണോ, or is it from my real inside? അതിന്റെ ഉള്ളിൽ നിന്നാണോ വരുന്നത്, അതോ ആരോ പറഞ്ഞിട്ടാണോ എന്നുള്ളത്. ദാറ്റ്സ് ഹൗ വി ഫൈൻഡ് ദ ട്രൂ പർപ്പസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ട്രൂ പർപ്പസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഇസ് ദ റിയൽ പർപ്പസ് ഓഫ് മൈ ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിംഗ് മാത്രമല്ല, മോള് പറഞ്ഞപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ആണ്, പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, മോൾക്ക് പാഷനേറ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആസ്ക് യുവർ സെൽഫ് ആൻഡ് നോ വൈ ആം ഐ ചൂസിങ് ദിസ്, ഞാൻ ഇത് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ദ സെക്കൻഡ് തിങ്, യു ഷുഡ് ബി റെഡി ടു സ്റ്റാർട്ട് ബൈ സ്മോൾ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ പകരം മോള് നേരത്തെ പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി എന്നുള്ളത്. സോ ഗ്രാജുവലി എന്ത് ചെയ്യുക, ഓരോ ചാൻസുകൾ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ആൻഡ് ചാൻസുകൾ മെല്ലെ മെല്ലെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സീക്ക് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, മോളെ എക്സൽ ചെയ്യുക. മോളുടെ എക്സൽ ചെയ്തിട്ട് സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. നമ്മൾ ആരും തന്നെ വലിയ സ്റ്റെപ്പ് എടുക്കണം എന്ന് ആരും പറയണില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന മിനിയാണെങ്കിൽ പോലും, ഈ ഇരിക്കുന്ന സെൻസായി, എവ്രി വൺ സ്റ്റാർട്ടഡ് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. അപ്പൊ സ്മോൾ സ്റ്റെപ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോവാം. അതിന്റെ കൂടെ തന്നെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റഡി അബൌട്ട് ദി ഗ്രേറ്റ് സ്പീക്കേഴ്സ്. ദാറ്റ്സ് ദ വൺ തിങ് ദാറ്റ് ഐ ഡു. I always used to study about Sensei. I always used to study about any other speakers. അപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇതിൽ ഇൻഫ്ലുവൻസ് നമ്മൾ എടുക്കേണ്ടി വരും. we should be ready to get that influence from others. Okay, അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, let me try with myself and it will go with me, let me move on with that. അതെന്റെ ഞാൻ എന്തെയും ഞാൻ അതുപോലെ ആവാനല്ല ശ്രമിക്കുന്നത്, ഐ ജസ്റ്റ് ട്രൈ വിത്ത് മൈസെൽഫ്. അപ്പൊ എന്ത് ചെയ്യുക, ദ ഫസ്റ്റ് തിങ് യു ഷുഡ് നോ വൈ, എന്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് യു ഷുഡ് നോ ഇറ്റ്. സെക്കൻഡ് തിങ്, യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ. തേർഡ് തിങ്, യു ഷുഡ് ലേൺ അബൌട്ട് ദി ന്യൂ സ്പീക്കേഴ്സ്, ഗ്രേറ്റ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പഠിക്കുക, അതിനെ കുറിച്ച് മൂവ് ഓൺ ചെയ്യും. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സോഷ്യൽ വർക്ക് ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്പീക്കർ ആയിട്ട് ഇതുപോലെ വർക്ക്ഷോപ്പ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ യു ക്യാൻ മൂവ് ഫോർവേഡ് വിത്ത് ദാറ്റ്. ഇനി അതല്ല, യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ ബിഹൈൻഡ് us, ലൈക്ക് ലെക്ചർ ആകാം, ടീച്ചർ ആകാം, അഡ്വക്കേറ്റ് ആകാം. there are tons of opportunities as being a public speaker. എല്ലാവരും ഒരു പബ്ലിക് സ്പീക്കർ ആണ്. every profession has that public speaking skill. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെല്ലെ ബിൽഡ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ഓൺ വിത്ത് ദാറ്റ്, ബീങ് ദാറ്റ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഒരു ടാഗ്ലൈൻ മാറ്റിയിട്ട് ജസ്റ്റ് ബി യുവർ സെൽഫ്, ഡു വാട്ട് യു ലവ്, ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് വേ വിൽ ഫൈൻഡ് യു. നമ്മൾ, ഞാൻ ഒരു മുറുകെ പിടിക്കുന്ന സംഭവമാണ്, ബിഫോർ ഗോയിങ് ബിഹൈൻഡ് ദ സക്സസ്, ഗോ ബിഹൈൻഡ് യുവർ വാല്യൂസ്. Give importance to building values, building skills, and building confidence. And that will definitely lead to the success. And you should have that one goal. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കമ്മിങ് ബാക്ക്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് യു ക്യാൻ ചൂസ് ഇറ്റ് ആസ് എ പ്രൊഫഷൻ,
ബട്ട് സ്റ്റിൽ അതിന് മുന്നേ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്ന മുന്നേ നമ്മുടെ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ മാതിരി ജസ്റ്റ് തിങ്ക് ഈസ് ഇറ്റ് ദാറ്റ് റിയലി പ്രോഫിറ്റബിൾ, അതൊരു പ്രൊഫഷനായിട്ട് ലോങ് ടേമിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. കാരണം പബ്ലിക് സ്പീക്കിംഗ് ഇറ്റ് ഇസ് ലൈക്ക് ഇൻ ദിസ്, യു ക്യാൻ സംടൈംസ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. അതെന്താണ്, ഇറ്റ് ഇസ് നോട്ട് മേ ബി അത് പെർമനന്റ് ആയിക്കോണമെന്നില്ല. നമ്മൾ പെർമനന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ സേഫ് സോൺ വേണ്ടി വരും. You can move on with that. Okay? Over to you, sir. Thank you. That was a good question. I'm going to answer that in a different way. Motivation speaker ആവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആയിന്ന് ടൈപ്പ് ചെയ്യാം. How many of you want to become come on, motivation speaker, motivation? ഞങ്ങളൊന്നും സെല് ചെയ്യാൻ പോലില്ല കേട്ടോ, അത് വിചാരിക്കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ 300ഓളം ആൾക്കാർ പറഞ്ഞു ഓക്കെ വി വോണ്ട് ടു ബി എ സ്പീക്കർ എന്ന് ഒരു ഗ്രൂപ്പൊക്കെ വന്നിട്ടുണ്ട്. യു ആർ നോട്ട് ഗോയിങ് ടു സെൽ എനിത്തിങ്. അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നെവർ ബിക്കം എ മോട്ടിവേഷൻ സ്പീക്കർ. Never become a motivation speaker. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. Don't focus on motivation speaker. Don't focus on becoming a motivation speaker, because once you focus on becoming a motivation speaker, you are limiting yourself. എത്ര പേർക്ക് മനസ്സിലായി? Got it. Don't even focus to become a motivational speaker. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ you have to become a professional speaker. How many of you got it? I want everyone to write PS, professional speaker. Okay, now listen to me carefully. Okay, എല്ലാവരും കാണുന്നുണ്ടോ? ഇതിൻ്റെ ഈ വിരലുകൾ കാണുന്നുണ്ടോ? Yes. ഓക്കെ, ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് why you want to speak എന്നുള്ള. ഫാത്തിമ ഇപ്പോൾ പറഞ്ഞ കാര്യം അതാണ് ആദ്യം ചോദിക്കേണ്ടത്. Why you want to speak? Why you want to become a speaker? When I say speaker, I'm talking about professional speaker, not a motivational speaker. Okay, ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ അല്ല, ഫാത്തിമയും മോട്ടിവേഷൻ സ്പീക്കർ അല്ല. ഓക്കെ, മോട്ടിവേഷൻ വരും, അത് വേറെ കാര്യം, but we are not motivation speakers. So the first thing is why you want to speak and why you want to become a motivation speaker. Why you want to become a professional speaker എന്നുള്ള ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ സ്പീക്ക് ചെയ്യാൻ പോകുന്നു വിചാരിക്കാം. ഓക്കെ, സ്പീക്ക് ചെയ്യാൻ പോകണം. You start with a hook, you tell who you are, tell what you're going to speak, tell the speak, and then tell what you're going to tell, and then wrap up with a CAT or what do you call CTA. പറഞ്ഞ വല്ലതും മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലാവാത്തൊരു നോ എന്നും ടൈപ്പ് ചെയ്യാം. Okay, Aisha said yes, Fatima said no. Fida said no. I'm going to repeat that once again. Start with the hook. Tell who you are. Tell what you're going to tell. Then tell what you just told. Then end up with the CTA. എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് പ്രൊഫഷണൽ സ്പീക്കിംഗ്. ഇനി ഞാൻ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നു. എത്ര പേർക്ക് കേൾക്കാം? എത്ര പേർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്? ഇപ്പം 5 മിനിറ്റോട് ഞാൻ പഠിപ്പിച്ചുതരാം. 5 മിനിറ്റോട് എത്ര പേർക്ക്? How many of you want to learn this? I'm going to tell you right now, within 5 minutes. Number 1, ഒരു സ്പീച്ചിന് പോകുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു വെരി മച്ച് അല്ലേ? യെസ് ഓർ നോ? നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും നന്ദിയൊക്കെ പറയണ്ടേ? ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. കം ഓൺ, ആൻസർ മീ ഫാസ്റ്റ്. ഒരു ആൻസർ അവിടെ കാണുന്നില്ല. അതാ, ഒരു ഫിദയുണ്ട്, ഒരു ഫാത്തിമയുണ്ട്, വേറെ ആരുമില്ല. യെസ് ഓർ നോ? കം ഓൺ, ഫാസ്റ്റർ. നോ. ഇതിനാണ് പ്രൊഫഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സ്പീക്കിംഗ്, യു നെവർ വിഷ് എനി വൺ. You never say thank you, you never say good morning, you never say good afternoon. No, you always start with a hook. I want everyone to type H, hook. A hook could be a question. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണത്? ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എന്താ ചെയ്യണത്? What am I doing right now? Question ആൻസർ ചെയ്യാം. അതിനാണ് ഹുക്ക് എന്ന് പറയാം. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ ആൻസർ ചെയ്യണം. ഇതിനാണ് ഹുക്ക് എന്ന് പറയാം. How many of you got it? Say crystal clear. I'm asking you questions and you're answering, you're responding to my question. That is called a hook. നിങ്ങൾ എപ്പോഴും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഹുക്ക് ചെയ്യണം. നിങ്ങൾ ഓഡിയൻസിനെ ടക്ക് തന്നിട്ട് വിത്തിൻ 3 seconds, 3 സെക്കൻഡുള്ളിൽ നിങ്ങൾ ഹുക്ക് ചെയ്യണം. അവിടെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കിന് ഇവിടുത്തെ സെക്രട്ടറി ശ്രീ സോ ആൻഡ് സോ, ഇവിടുത്തെ പ്രസിഡന്റ് സർ സോ ആൻഡ് സോ, അത് പറയുമ്പോഴേക്ക് 1/2 മണിക്കൂർക്ക് തൊട്ട് മുമ്പത്തെ പ്രാസംഗികനും അതന്നെ ആയിരിക്കും പറഞ്ഞില്ല. അടുത്ത വരാൻ പോകുന്ന ആ ലിസ്റ്റ് എടുക്കും, എന്നിട്ട് ഇങ്ങനെ പോയി സംസാരിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ട് അത്? ബോറടിക്കണ ഇത്ര വലിയ പ്രസംഗം വേറെ കണ്ടിട്ടുണ്ടാവില്ല ലോകത്ത്. നെവർ ഡു ഓൾ ദോസ് തിങ്സ്. പ്രൊഫഷണൽ സ്പീക്കേഴ്സ് ആണെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് എ ഹുക്ക്. ഓക്കെ, നമ്പർ 2, യു ടെൽ ഹൂ യു ആർ. സ്റ്റാർട്ട് വിത്ത് എ ഹുക്ക്, ടെൽ ഹൂ യു ആർ. ഐ എം ഫാറൂഖ് സെൻസേ, ഞാൻ ഇത്രയും കാലം ഞാൻ അതേ ചെയ്തിരുന്നു, പിന്നെ അതിന് ശേഷം ഞാൻ ഇത് ചെയ്തു, പിന്നെ ഞാൻ അതും ഇതും അതൊക്കെ ചെയ്തു, പിന്നെ അവിടെ ചെയ്തു, പിന്നെ ഇത് ചെയ്തു. നിങ്ങൾ കേട്ടിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ?
ഞാനതൊക്കെ കൂടെ പറഞ്ഞാൽ അത് കേട്ടിരിക്കോ? യെസ് ഓർ നോ? കം ഓൺ, ഐ വാണ്ട് ടു. സോയ മാത്രം എൻ്റെ ആൻസർ ഉണ്ട്, വേറെ ആരും തരുന്നില്ല. ഫാത്തിമ, ഓക്കെ, ദ ആൻസർ ഇസ് നോ. ഒരിക്കലും നിങ്ങൾ ആരാന്ന് പറയാൻ പാടില്ല. യു ജസ്റ്റ് ടെൽ ഐ എം ഫറൂഖ് സെൻസൈ, ഐ എം എ ലീഡർഷിപ്പ് എംപവർമെന്റ് കോച്ച്, ഓർ ഐ എം ഫാത്തിമ മീന, ഐ എം എൻ XYZ. എത്ര പേർക്ക് മനസ്സിലായി? 2 ലൈന് മാത്രമേ പറയാൻ പാടുള്ളൂ, അതിന് അപ്പുറം പറയാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? Say got it. GI. Whenever you go on stage, you hook them and then you introduce yourself, you tell who you are, only in 2 lines. അതിനുശേഷം പറയേണ്ടത് ടെൽ വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത് ആദ്യം പറയണം. ഇതിനെയാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, പറയാം. By the end of this session, you will be learning how to drive a car in the best way. By the end of this session, you will be able to excel in XYZ. ആദ്യം പറയണം. Start with end in mind. How many of you got it? Say got it. GI. Start with end in mind. You always say what is the outcome. Outcome എന്താണ്? ഈ ഒരു പ്രസംഗത്തിന് ഔട്ട്കം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കും അവിടെ. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഇതായിരിക്കും എന്നുള്ള മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കും. യു ഗോട്ട് മീ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കഥ ഒന്നുമല്ല അത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഹുക്ക്, ദെൻ ടെൽ ഹൂ യു ആർ, ദെൻ ടെൽ വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ, ദെൻ യു ടെൽ. ഇനി പറയാം. അത് ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കാം, 20 മിനിറ്റ് ആയിരിക്കാം, അരമണിക്കൂറായിരിക്കാം, ഒരു ദിവസമായിരിക്കാം. അത് പറയാം. അതാണ് നിങ്ങൾ ജോലി. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്. യു സ്റ്റാർട്ട് വിത്ത് എന്താണ്? ആദ്യം എന്താണ് പറയാം? ടൈപ്പ് ചെയ്യാം അവിടെ. വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? Exactly correct. കുറച്ചും കൂടി സ്പീഡ് കിട്ടാം. ഓക്കെ, ഹുക്ക്. Number 2, tell who you are. Number 3, tell what is that you're going to tell. Number 4, tell. അഞ്ചാമത്തത്, tell what you just told. അതിൻ്റെ അർത്ഥം എന്താ? Tell what you just told. ഇതിനാണ് സമ്മറി എന്ന് പറയാം, അല്ലെങ്കിൽ സമ്മറൈസ് എന്ന് പറയാം. How many of you got it? You recap. Very good. Somebody said recap. അതിന് റീക്യാപ്പ് ചെയ്യാം. അതിന് റീക്യാപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഓരോ കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പം ഞാൻ ലാസ്റ്റിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയോ? എന്താ ഞാൻ ചോദിക്കേണ്ട ചോദ്യം? മനസ്സിലായെന്ന് ഞാൻ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ചോദിക്കുന്നത്? അത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് മനസ്സിലായി. നിങ്ങൾ ചോദിക്കണത്, നിങ്ങൾ സ്റ്റാഫ്, നിങ്ങൾ ടീമിനോട് ചോദിക്കണം. അതിനുശേഷം അത് റൂഹിയാന്ന് തോന്നുന്നു അവിടെ കറക്റ്റ് ആൻസർ ആണ്. റൂഹി എന്നല്ല, കറക്റ്റായിട്ട് കാണില്ല. റൂഹി എന്താ പറഞ്ഞത്? 3 things that you're going to do. കണ്ടോ? അല്ല, ഞാൻ ചോദിക്കില്ല, എല്ലാവരോടും ചോദിച്ചില്ല. അത് എന്താണ് 3 കാര്യം ചെയ്യാൻ പോകുന്നത് ചോദിച്ചില്ലേ? യെസ് ആർ നോ? അവിടെ ഇല്ലേ? പോയോ? ഞാൻ ലാസ്റ്റിൽ എല്ലാവരും ഞാൻ ചോദിക്കണ ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ആർ ദ 3 steps that you're going to take എന്നൊക്കെ പറയില്ലേ? യെസ് ആർ നോ? യെസ്. ഇതിനാണ് CTA എന്ന് പറയാം. എന്താണ് CTA? എല്ലാവരും ടൈപ്പ് ചെയ്തേക്കാം. ഇത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ പ്രൊഫഷണൽ ടോക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനും മിൻഹിയും ചെയ്യുന്ന പ്രൊഫഷണൽ ടോക്കാണ്. ഇതിനാണ് CTA എന്ന് പറയുക, കോൾ ടു ആക്ഷൻ. I want everyone to type. It's called call to action. എന്ത് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടി, എന്ത് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക, എന്ത് ആക്ഷൻ എടുക്കുക. വെറുതെ അറിവ്, ഒരു കോൾ നോളജ് ഇസ് പവർ അല്ലേ എല്ലാവരും? നോളജ് ഇസ് പവർ. യെസ് ഓർ നോ? Knowledge power. Yes or no? Type. Yes or no? Knowledge is power. Is it yes or no? The answer is yes. Very good. Knowledge power. Yes. Very good. Answer is no. Knowledge power ഇല്ല. ഇപ്പോൾ നിങ്ങൾ എത്രയോ അറിവുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള നോളജ് ഉണ്ട്, പക്ഷെ കഴിക്കുന്നത് ജങ്ക് ഫുഡ് അല്ലേ? ശരിയല്ലേ? Is it right? Do you agree? Knowledge is not power until you add knowledge with action. How many of you got it? Knowledge plus action is power. Just having the knowledge is not power. How many of you got it? Crystal clear or no? All of you, is it crystal clear? Type CC. മോളെടുത്തേക്ക് വരട്ടെ. മോള് ചെയ്യാൻ പോകുന്ന 3 സ്റ്റെപ്പ് എന്താണ്? എവിടെ ആളില്ലേ? എവിടെ ചോദ്യം ചോദിച്ച ആളെവിടെ പോയോ? Yes, sir. Yeah. So tell me, what are the 3 steps that you're going to take? Number 1, go ahead. Hook. Yeah. Okay, you will hook. Number 2. Tell you are. Tell who you are. Number 3. Tell what you just had. No, that's the last one. Number 3. What are you going to tell? Okay. Tell. 3 is tell what. Number 4 is tell. Number 5, tell what you just told. Tell. And the last one is CTA. Clear ആയോ മോൾക്ക്? Clear ആയോ? Yes. ഇതിനാണ് പ്രൊഫഷണൽ സ്പീക്കിംഗ് എന്ന് പറയാം. ഇതിന് മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്നല്ല പറയാം.
Okay, so I want everyone to write PS. ഇത് മോട്ടിവേഷൻ സ്പീച്ച് അല്ല, ഇത് പ്രൊഫഷണൽ സ്പീച്ചാണ്. നിങ്ങൾ ഏത് മീറ്റിങ്ങിൽ അമേരിക്കയിൽ പോയാലും ലോകത്ത് എവിടെ പോയാലും ഈ ഒരു 5 സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ കേട്ടോണ്ടിരിക്കും. You got me? Let's move on to the next caller. Fatima, take it over.